നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി തന്നെ നമുക്ക് എഴുത്തുകാരൻ്റെ ജീവചരിത്രം നോക്കാം. ഹരിപ്പാട് കരിമ്പാലേത്ത് ഭവാനിക്കുട്ടി തങ്കച്ചിയുടെയും തോന്നയ്ക്കാട് പുത്തൂർ കളരിക്കൽ കൃഷ്ണപിള്ളയുടെയും മൂന്നാമത്തെ മകനായി ജനിച്ചു. ഗണിതശാസ്ത്രത്തിലും സിവിൽ എഞ്ചിനീയറിംഗിലും ബിരുദം, ആർക്കിടെക്ചറിലും ടൗൺ പ്ലാനിങ്ങിലും പ്രത്യേക പഠനം. 26-ാം വയസ്സിൽ കോഴിക്കോട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിരിക്കെ കാട്ടുമല്ലിക, പ്രിയതമ എന്നീ സിനിമകൾക്ക് പാട്ടുകൾ എഴുതി. ഇതേച്ചൊല്ലി മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും തുടർന്ന് ജോലി രാജിവെക്കുകയും ചെയ്തു. 20-ാം വയസ്സിൽ വയലാറിൻ്റെ അവതാരികയുമായി ആദ്യ കവിതാ സമാഹാരവും 21-ാം വയസ്സിൽ എം.ഡിയുടെ കുറിപ്പുമായി ആദ്യ ചെറുകഥാ സമാഹാരവും പ്രസിദ്ധപ്പെടുത്തി. എഞ്ചിനീയറുടെ വീണ, നീലത്താമര, എൻ മകൻ കരയുമ്പോൾ, ശീർഷകമില്ലാത്ത കവിതകൾ, അച്ഛൻ്റെ ചുംബനം, അമ്മയ്ക്കൊരു താരാട്ട്, പുത്രലാഭം, ശ്രീകുമാരൻ തമ്പിയുടെ കൗമാര കവിതകൾ, ഓമനയുടെ ഒരു ദിവസം അത് കവിതാ സമാഹാരമാണ്, കാക്കത്തമ്പുരാട്ടി, കുട്ടനാട്, കടലും കരളും, ഞാനൊരു കഥ പറയാം നോവലുകളാണ്. അച്ചുതണ്ട് നാടകം, ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ സിനിമ കണക്കും കവിതയും, പ്രേംനസീർ എന്ന പ്രേമഗാനം, ആത്മകഥയിലെ പെൺമനസ്സുകൾ, പി. ഭാസ്കരൻ്റെ കാവ്യമുദ്രകൾ, തിരഞ്ഞെടുത്ത 1001 ഗാനങ്ങൾ അടങ്ങിയ ഹൃദയസരസ് എന്നിവ പ്രധാന കൃതികളാണ്. വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, ഉള്ളൂർ അവാർഡ്, ആശാൻ പ്രൈസ്, മയിൽപ്പീലി പുരസ്കാരം, കൃഷ്ണഗീതി അവാർഡ്, പ്രവാസ കൈരളി പുരസ്കാരം തുടങ്ങിയ സാഹിത്യ പുരസ്കാരങ്ങളും നിരവധി സിനിമാ അവാർഡുകളും നേടി. സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ച അനവധി അവാർഡുകൾ പ്രേംനസീർ പുരസ്കാരം, അമൃത TV അവാർഡ്, സൂര്യ TV അവാർഡ്, ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ അവാർഡ് എന്നിവ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജേശ്വരി, മക്കൾ കവിതയും രാജകുമാരനും. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ MD വാസുദേവൻ നായർ സാറാണ്. അപ്പോൾ അവതാരിക കൂടെ ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ട ശ്രീ തമ്പി, ആദ്യമായി വായിച്ചത് ഒരു കവിയും കുറേ മാലാഖമാരും എന്ന താങ്കളുടെ കവിതാ സമാഹാരമാണ്. ദുഃഖത്തിൻ്റെ ഗാനങ്ങൾ ആരെയും ആകർഷിക്കാതിരിക്കില്ലല്ലോ. ആ കവിതകളിലെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവേ ഇഷ്ടമായി. പിന്നീടാണ് കത്ത് വന്നത്, അതിൽ പിന്നെ കഥകളും. അവതാരിക മട്ടിൽ ഞാനൊന്നും എഴുതുന്നില്ല. താങ്കൾ സംശയിച്ചത് ശരിയാണ്. പുസ്തകങ്ങളുടെ പൂമുഖത്ത് നിന്ന് പറയുന്ന 2 വാക്കുകളെപ്പറ്റി എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. സാഹിത്യ സൃഷ്ടികൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നു, ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ജീവിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്കുള്ള ഈ യാത്രയ്ക്കിടയിൽ കുറേ വാക്കുകൾക്കെന്ത് സ്ഥാനം? അമ്പിളി അകലെയാണ് എന്ന സമാഹാരത്തിലെ കഥകൾ വായിച്ചു. കവിത മാത്രമല്ല, കഥകളും താങ്കളുടെ മീഡിയമാണെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. കവിത 1-ാം തരം സാഹിത്യരൂപം, കഥ 2-ാം തരം എന്നൊക്കെ ചില ധാരണകൾ പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കവിതയും കഥയും എല്ലാം ഒന്നു തന്നെ. സാഹിത്യത്തിൻ്റെ ആത്മാവ് കാവ്യാത്മകമായ ഭാവനയായിരിക്കെ അപ്പോൾ കവിതയ്ക്കും കഥയ്ക്കുമൊക്കെ വെവ്വേറെ കള്ളികൾ വെച്ച് ഒതുക്കി നിർത്തുന്നത് അർത്ഥശൂന്യമാണ്. ബാഹ്യരൂപത്തെ മാത്രം മുൻനിർത്തി കൊടുത്ത ചില പേരുകൾ എന്ന നിലയിൽ കവിഞ്ഞ് ഈ പ്രസ്ഥാന പേരുകളെ കണക്കിലെടുക്കേണ്ടതില്ല. ഗോർക്കി ഒരു കഥയ്ക്ക് ഒരു നീണ്ട കവിത എന്നുപശീർഷകം കൊടുത്ത് വെറുതെ ആയിരുന്നില്ല. ഡോസ്റ്റോവ്സ്കിയുടെ ബ്രദേഴ്സ് കാരമസോവ് ഉത്കൃഷ്ടമായ ഒരു മഹാകാവ്യമാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? പുതിയ കഥാസാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നാൽ കവിതയ്ക്കും കഥയ്ക്കും ഇടയിൽ പണ്ടുണ്ടായിരുന്ന ഇടവരമ്പുകൾ നുറുങ്ങുന്നതും കാണാം. അലെജോ കാർപ്പൻഷ്യറുടെ നഷ്ടപ്പെട്ട കാൽപ്പാടുകളും ട്രുമാൻ കപ്പോട്ടിയുടെ ഗ്രാസ് ഹാപ്പും മനോഹര കവിതകൾ കൂടിയാണ്. ഇടവരമ്പുകൾ തകരുന്നതോടെ കാവ്യസ്ഥാനം പണ്ടേ കൈയൊഴിച്ച് പുരോഗമിച്ച് നമ്മുടെ പൊതുജനം കഥയില്ലെന്നും മനസ്സിലാവാത്ത കഥയെന്നും പറഞ്ഞ് കാഥികരുടെ നേരെ കയർക്കുന്നത് ഇന്ന് കാണാം. നല്ലൊരു കാര്യമാണിത്. കവിത വിടരുന്ന ഒരു ഹൃദയം തന്നെയാണ് കഥകളുടെയും വിളനിലമാവേണ്ടത്. താങ്കൾക്കതുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ആശംസകൾ. ഇങ്ങനെ 4/5/1961 മാതൃഭൂമിയിലെ MD വാസുദേവൻ നായർ ഈ പുസ്തകത്തിന് എഴുതിയ അവതാരികയാണ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ 21-ാം വയസ്സിൽ 1961 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ 21-ാം വയസ്സിൽ അമ്പിളി അകലെയാണ് എന്ന കഥാസമാഹാരത്തിൽ ചേർത്തിരുന്ന MDയുടെ കത്താണ് ഇതിൻ്റെ അവതാരികയായിട്ട് വന്നിരിക്കുന്നത്. ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഷോർട്ട് സ്റ്റോറീസാണ്, ചെറുകഥകളാണ്. അത് കഥകൾ ഏതൊക്കെയാണെന്നൊന്ന് ടൈറ്റിൽസ് വായിച്ചു പോകാം. സായാഹ്നം, ക്ലോക്ക് ടവർ, നനയാത്ത തീരങ്ങൾ, ഗ്രീഷ്മഭംഗി, 35 രൂപ, തനിയാവർത്തനം, ഒരു പഞ്ചാബി പെണ്ണിൻ്റെ ചിരി, ദാമ്പത്യം, ചിരിയുടെ അർത്ഥങ്ങൾ, കന്യകയുടെ ചിത്രം, കിളിമരം, മനസ്സും മാംസവും, ഉറങ്ങുന്ന പകലും ഉണർന്നിരിക്കുന്ന രാത്രിയും, സ്വർണ്ണമയിൽ,
അമ്പിളി അകലെയാണ്, ആദർശം, അമ്മ കരഞ്ഞു, ഇരുട്ട്, ഒരു കൈലിയും ഒരു വാസന സോപ്പും, അരുവിയും നീലപ്പാറയും. ഇത് മുന്നോട്ടുള്ള വീഡിയോകളിൽ നമുക്ക് ഓരോ ചെറുകഥയായിട്ട് പരിചയപ്പെടാം. നന്ദി.